ഹായ്, വെൽക്കം ടു MPM HR. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബിസിനസ് ഡാഷ്ബോർഡാണ്. ബിസിനസ് ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡേറ്റേഴ്സും നമുക്കൊരു സ്ഥലത്ത് തന്നെ ഡിസ്പ്ലേ ആവും ചാർട്ട് വൈസ്. അത് വെച്ച് ഒരു ബിസിനസ് ഓണർക്ക് അവരുടെ ഓർഗനൈസേഷൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനും പറ്റും. അതേപോലെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കാൻ നേരത്ത് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ഓപ്ഷൻ. ഇപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഏജ് ഗ്രൂപ്പ് എന്നുള്ള ചാർട്ടാണ്. ഇതിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ കറൻ്റ്ലി ആക്റ്റീവ് ആയ എംപ്ലോയീസിൻ്റെ ഏജ് ഗ്രൂപ്പ് വൈസ് ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു ഡോണറ്റ് ചാർട്ടാണ് കാണാൻ പറ്റുന്നത്. എത്ര എംപ്ലോയീസ് ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലാണ് വന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഫോർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ എംപ്ലോയി ജെൻഡർ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലെ ഓരോ ജെൻഡർ വൈസ് ഒരു കൗണ്ടാണ് കാണിക്കുന്നത്. എത്ര മെയിൽ എംപ്ലോയീസ് ഉണ്ട്, എത്ര ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ട്, അതർ ജെൻഡേഴ്സിൽ എത്ര എംപ്ലോയീസ് ഉള്ളതിൻ്റെ ഒരു കൗണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതും കറൻ്റ്ലി ആക്റ്റീവ് ആയ എംപ്ലോയീസിൻ്റെ ബേസ്ഡാണ് വന്നത്. പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് കാണാം എംപ്ലോയി കൗണ്ടിൻ്റെ ഒരു ചാർട്ട്സ്. ഇതൊരു 3 ചാർട്ട്സ് വരുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, ഡെസിഗ്നേഷൻ വൈസ്, പിന്നെ ബ്രാഞ്ച് വൈസ്. അപ്പോൾ ഇതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, ഓരോ ഡെസിഗ്നേഷനിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, ഓരോ ബ്രാഞ്ചസിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ടോട്ടൽ കൗണ്ടാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പോൾ കാണാം UN നോട്ട് പ്രൊവൈഡ്, ESI കവറേജ്, പാൻ നോട്ട് പ്രൊവൈഡഡ്, ലീവ് അപ്രൂവൽസ് പെൻഡിങ്. ഇതെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് UN നമ്പർ ആഡ് ചെയ്യാത്ത എംപ്ലോയീസ്, ESI നമ്പർ ആഡ് ചെയ്യാത്ത എംപ്ലോയീസ്, പാൻ നമ്പർ ആഡ് ചെയ്യാത്ത എംപ്ലോയീസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കൗണ്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കറൻ്റ്ലി നമ്മുടെ സോഫ്റ്റ്വെയറിൽ എത്ര ലീവ്സ് ഉണ്ട് അപ്രൂവ് ചെയ്യാനായിട്ടുള്ളതിൻ്റെ ഒരു കൗണ്ടും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മന്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യണ മന്തിൻ്റെ ബേസ് ചെയ്തതായിരിക്കും താഴേക്കുള്ള ചാർട്ട്സ് എല്ലാം ഡിസ്പ്ലേ ആവുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ചാർട്ട് എംപ്ലോയി കൗണ്ട്. ഇത് ഓരോ മന്തിലും എത്ര എംപ്ലോയീസ് ഉണ്ടായെന്നുള്ളതിൻ്റെ ഒരു ടോട്ടൽ കൗണ്ടാണ് കാണിക്കുന്നത്. ഇതിൽ ആ മന്തിൽ റിസൈൻ ആയ എംപ്ലോയിൻ്റെ കൗണ്ടും ഇൻക്ലൂഡഡ് ആണ്. ഇത് നമുക്ക് ബാക്കിലോട്ട് ഒരു 6 മന്ത്സിൻ്റെ ഡേറ്റ നമുക്ക് ഇതിൽ വിസിബിൾ ആണ്. അതേപോലെ നെക്സ്റ്റ് വൺ മാൻഡേയ്സ്. മാൻഡേയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ പ്രസന്റ് ഡേയ്സ് ഇൻ എ മന്ത് ആണ്. വൺസ് നമ്മുടെ അറ്റൻഡൻസ് വെരിഫൈ ചെയ്താൽ ഇതിനകത്തേക്ക് ഡേറ്റ റിഫ്ലക്റ്റ് ആവും. ഇതിലും ആ മന്തിൽ റിസൈൻ ആയ എംപ്ലോയിൻ്റെ ഡേറ്റ കാണാനും പറ്റുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് സാലറി ചാർട്ട്. സാലറി ചാർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വൺസ് നമ്മുടെ സോഫ്റ്റ്വെയർ ത്രൂ സാലറി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മന്തിൽ എത്ര എമൗണ്ട് ആണ് സാലറി പ്രോസസ്സ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു ടോട്ടലും നമുക്കിവിടെ കാണുന്നതാണ്. അതും ഈ ഇൻക്ലൂഡിങ് റിസൈൻഡ് എംപ്ലോയീസിൻ്റെ ആണ് നമുക്കിവിടെ വിസിബിൾ ആയി വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആബ്സെന്റ് ഡേയ്സ്. ആബ്സെന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു മന്തിലെ ടോട്ടൽ LOP എത്രയായിരുന്നു, ലീവ്സ് എത്രയായിരുന്നുള്ളതിൻ്റെ ഒരു കൗണ്ടാണ്. അതിനകത്ത് റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യണത് LOPയും ഗ്രീൻ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലീവ് ഡേയ്സും ആണ്. പിന്നെ നെക്സ്റ്റ് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാം വേരിയബിൾ അഡീഷൻസ് ആൻഡ് വേരിയബിൾ ഡിഡക്ഷൻസ്. ഇതിനകത്ത് വേരിയബിൾ അഡീഷൻ നമ്മൾ സാലറി പ്രോസസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തെങ്കിലും അഡീഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേരിയബിൾ സാലറി അഡീഷൻസ് എന്നുള്ള ചാർട്ടിൽ നമുക്ക് റിഫ്ലക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്ന വേരിയബിൾസ് എന്തെങ്കിലും ഡിഡക്ഷൻ ഐറ്റംസ് ആണെങ്കിൽ അത് വേരിയബിൾ സാലറി ഡിഡക്ഷനിൽ കാണാൻ പറ്റും. രണ്ടിൻ്റെ ടോട്ടലാണ് നമുക്ക് ഓരോ മന്തിൽ എത്ര എമൗണ്ട് ആഡ് ചെയ്തിട്ടുള്ളൂ, എത്ര എമൗണ്ട് നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ടോട്ടലാണ് നമുക്ക് ഈ ചാർട്ട്സിൽ ഡിസ്പ്ലേ ആവുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നതാണ് CTC ബ്രേക്കപ്പ് ഡീറ്റെയിൽസ്. ഇതിൽ നമുക്കൊരു 4 ടൈപ്പ് ഓഫ് ചാർട്ട്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ CTC ബ്രേക്കപ്പ് കമ്പോണന്റ് വൈസ്, സെക്കൻഡ് വൺ CTC ബ്രേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് വൈസ്, തേർഡ് വൺ CTC ബ്രേക്കപ്പ് ഡെസിഗ്നേഷൻ വൈസ്, ഫോർത്ത് വൺ CTC ബ്രേക്കപ്പ് ബ്രാഞ്ച് വൈസ്. അപ്പോൾ ഈ 4 ചാർട്ട്സിലും നമ്മൾ സെലക്ട് ചെയ്ത മന്ത് അനുസരിച്ച് നമ്മുടെ CTCയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നത്. അതിനകത്ത് ഫസ്റ്റ് കമ്പോണന്റ് വൈസിൽ നമുക്ക് കാണാം ഫിക്സഡ് മന്ത്ലി കമ്പോണൻസിന്റെ ടോട്ടൽ എത്രയായിരുന്നു, വേരിയബിൾ കമ്പോണൻസിന്റെ ടോട്ടൽ എത്രയായിരുന്നു, എംപ്ലോയർ കോൺട്രിബ്യൂഷൻസിന്റെ ടോട്ടൽ എത്രയായിരുന്നു എന്നുള്ളത് ഇവിടെ നമുക്കൊരു ടേബിളിൽ കാണാൻ പറ്റും. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാർട്ടും നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് വൈസ്. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും CTCയുടെ ടോട്ടലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിന് ആ ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഡെസിഗ്നേഷൻ വൈസ്. ഇത് ഓരോ ഡെസിഗ്നേഷൻ വൈസ് അവരുടെ CTCയുടെ ടോട്ടൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് കൂടാതെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാർട്ടും സെയിം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേ ആണ്. ഇതേ സെയിം കാര്യം തന്നെയാണ് നമുക്ക് ബ്രാഞ്ച് വൈസിലും കാണുന്നത്. ഓരോ ബ്രാഞ്ചിലെ ടോട്ടൽ CTC നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഡോണറ്റ് ചാർട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്.
ഈ സി ടി സിയുടെ എല്ലാം ടോട്ടൽ ഓരോ മന്തിൽ എത്രയാണ് നമ്മുടെ ടോട്ടൽ സി ടി സി നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സാലറി ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓരോ മന്തിലും എത്രയാണ് ടോട്ടൽ സി ടി സി വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കിവിടെ ഈ ചാർട്ടിൽ കാണാൻ പറ്റും. പിന്നെ ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ടോപ്പ് 5 ഹയസ്റ്റ് സാലറീസ്, 5 ലോവസ്റ്റ് സാലറീസ്. ഈ ടോപ്പ് 5 ഹയസ്റ്റ് സാലറീസിൽ ഏറ്റവും കൂടുതൽ സി ടി സി ഉള്ള എംപ്ലോയീസിനെ നമുക്ക് ഇവിടെ കാണാം ടോപ്പ് 5 വരുന്നതിൽ. അതേപോലെ ഏറ്റവും കുറവ് സി ടി സി ഉള്ള എംപ്ലോയീസിനെയാണ് നമുക്ക് 5 ലോവസ്റ്റ് സാലറീസിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിസിനസ് ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.